എൻ്റെ ഡയറ്റ് പ്ലാനിനെ പറ്റി പറയണമെന്ന് തോന്നി. എൻ്റെ ഡയറ്റ് പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനൊരു 75-ൻ്റെ മേളിൽ വെയിറ്റ് ഉണ്ടായിരുന്ന ഒരാളാണ്. 75-ൻ്റെ മേളിലുണ്ടായിരുന്നു എനിക്ക് വെയിറ്റ്. ഇപ്പോൾ എൻ്റെ വെയിറ്റ് എന്ന് വെച്ചാൽ ഏകദേശം 65-66 റേഞ്ചിൽ ആണ് വെയിറ്റ് വരുന്നത്. അപ്പോൾ ആ വെയിറ്റ് ഞാൻ എങ്ങനെ ആക്കിയെന്ന് വെച്ചാൽ അതിനൊരു സീക്രട്ട് ഉണ്ട്. ഞാനത് പറഞ്ഞു. ഡയറ്റ് പ്ലാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഡയറ്റ് പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഡെയിലി വർക്കൗട്ട് ചെയ്യുമായിരുന്നു. ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏകദേശം ഒരു 2 മണിക്കൂർ വെച്ച് വർക്കൗട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ വർക്കൗട്ടിന് ശേഷം എന്ന് വെച്ചാൽ കാർഡിയോ കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ഒരു 2 കിലോമീറ്റർ ഞാൻ നടക്കുമായിരുന്നു. അപ്പോൾ 2 കിലോമീറ്റർ നടത്തത്തിന് ശേഷം ഒരു കാർഡിയോയും കൂടെ ചെയ്തതിന് ശേഷം, കാർഡിയോ ഞാൻ കാണിക്കുന്ന എൻ്റെ ചാനലിൽ അല്ലെങ്കിൽ എൻ്റെ പേജിലുള്ള കാർഡിയോസ് എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ പഞ്ചസാരം കൂടെ കട്ട് ചെയ്തായിരുന്നു. ഫസ്റ്റ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഷുഗർ കട്ട് ചെയ്തു ഫുള്ളായിട്ട്. ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം എന്നിപ്പോൾ ഫേസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അത്യാവശ്യം ഒരു റെഡിഷ് പരിപാടിയൊക്കെ ആയി. അപ്പം ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പഞ്ചസാര കട്ട് ചെയ്തുകൊണ്ട് മാത്രം വന്നതാണ്. പിന്നെ എൻ്റെ ഡയറ്റ് പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം, ഡെയിലി വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 4 മുട്ട വെച്ച് കഴിക്കുമായിരുന്നു. അതിൽ ഒരു കാമ്പ് കഴിക്കും മുട്ടയുടെ, ബാക്കിയെല്ലാം വൈറ്റായിരുന്നു കഴിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഓട്സും കൂടെ കഴിക്കുമായിരുന്നു. ഓട്സിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സാധാരണ ബനാന ഉണ്ടല്ലോ, ചിങ്ങമ്പഴം അല്ലെങ്കിൽ റോബസ്റ്റ, അത് ഒരു പഴം കൂടെ ആ ഓട്സിൽ അരിഞ്ഞിട്ടിട്ട് പാലിലാണ് കഴിക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് ഓട്സ് ചെറിയൊരു കപ്പ് ഓട്സ് എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ പാലും കൂടെ മിക്സ് ചെയ്തിട്ട് മധുരം ഇല്ലാതെ പഴവും കൂടെ അരിഞ്ഞിട്ടിട്ടാണ് കഴിക്കുന്നത്. അതാണ് എൻ്റെ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. മുട്ടയും ഇതും പിന്നെ ഒരു കപ്പ് പാലും കൂടെ കഴിക്കുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇപ്പം ഓഫീസിലൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ, ഇപ്പോൾ ഓഫീസിൽ പോകുന്ന ആൾക്കാരായിരിക്കും കൂടുതലും, ഓഫീസിൽ പോകുന്ന സമയത്താണെങ്കിൽ ആ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഞാനൊരു കാപ്പി കുടിക്കുമായിരുന്നു. അത് മധുരമില്ലാതെയാണ് കാപ്പി കുടിക്കുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു എന്താ പറയുക, ആവിൽ വേവിച്ച് എന്തെങ്കിലും ഒരു പലഹാരം കൂടെ കഴിക്കണമെങ്കിൽ കഴിക്കാം. അത് പിന്നെ അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, അതിന് പകരം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഏതെങ്കിലും ഒരെണ്ണം കഴിക്കാം. നല്ലൊരു ഫ്രൂട്ട്സ് ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഞാൻ ആപ്പിൾ കഴിക്കുമായിരുന്നു. ആപ്പിൾ കുഴപ്പമില്ല, ഒരു വിശപ്പ് മാറുക എന്നുള്ളതാണ്. പിന്നെ ഉച്ചക്ക് ഞാൻ നല്ല രീതിയിൽ ചോറ് കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ചോറ് ഞാൻ കഴിക്കുന്നതിൻ്റെ ഹാഫാക്കി എടുത്തായിരുന്നു. ഇപ്പോൾ ഒരു പ്ലേറ്റിൽ ചോറ് എടുക്കുവാണെങ്കിൽ അതിൻ്റെ പകുതിയാക്കി ഞാൻ കുറച്ചു ആദ്യം. അതിൻ്റെ ഒപ്പം തന്നെ എണ്ണ പരമാവധി ഒഴിവാക്കി, എണ്ണക്കടികൾ ഒഴിവാക്കിയായിരുന്നു. അതുപോലെ തന്നെ എണ്ണയിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പരമാവധി മീൻ വറുത്തതാണെങ്കിൽ പോലും ഞാൻ ഒഴിവാക്കിയായിരുന്നു. പിന്നെ തോരനായിരുന്നു കൂടുതലും കഴിച്ചുകൊണ്ടിരുന്നത്. പച്ചക്കറികൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചു. അതിൽ തന്നെ ഈ ചീര കഴിക്കുമായിരുന്നു, അച്ചിങ്ങ, അതുപോലെയുള്ള പച്ചക്കറികൾ കൂടുതലും ഞാൻ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. മീൻ കഴിക്കുമായിരുന്നു. മീൻ കറി വെച്ചതാണെങ്കിൽ നല്ല രീതിയിൽ കഴിക്കുമായിരുന്നു. കറികൾ ഞാൻ കൂടുതൽ എടുക്കാൻ തുടങ്ങി പ്ലേറ്റിൽ, ചോറ് കുറച്ചിട്ട്. അപ്പോൾ കാർബ് കുറച്ച് എടുത്താൽ മതിയല്ലോ. അതുപോലെ ഇപ്പോൾ വൈകിട്ടാണെങ്കിലും ഞാൻ മധുരമില്ലാണ്ടായിരുന്നു ചായ ആണെങ്കിലും കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും അതൊരു ഫോളോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഫോളോ അപ്പ് ആയിട്ട് ചെയ്യാം. പിന്നെ ഈവനിങ് വരുന്നതെന്ന് വെച്ചാൽ ഈവനിങ് സ്നാക്സിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഒരു കട്ടൻ ചായ മധുരമില്ലാണ്ട് കുടിച്ചാൽ തന്നെ 20 കലോറി കയറുള്ളൂ. അപ്പം കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മധുരം പരമാവധി ഒഴിവാക്കിയാൽ തന്നെ കുറേയധികം വ്യത്യാസം നമ്മുടെ ഡയറ്റ് പ്ലാനിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വരും. അപ്പം അങ്ങനെ ചെയ്യുക. പിന്നെ ഈവനിങ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിന്നർ ആണെങ്കിൽ കൂടുതലും ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചപ്പാത്തി പോലുള്ള കാര്യങ്ങൾ. പരമാവധി ചോറ് ഒഴിവാക്കിയിട്ട് കാർബ് കട്ട് ചെയ്തിട്ട് പരമാവധി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിനെ കൺസ്യൂം ചെയ്യുവാണെങ്കിൽ വെയിറ്റ് നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്തെടുക്കാം. അപ്പം ചപ്പാത്തി കഴിക്കാം, ചപ്പാത്തിയുടെ ഒപ്പം പയറോ കടലയോ എന്താണെന്ന് വെച്ചാൽ കഴിക്കാം. അപ്പം അങ്ങനെ ഒരു ദിവസം ഫുള്ള് നമുക്ക് സ്റ്റാർട്ട് ചെയ്തെടുക്കാം. അപ്പം ഇങ്ങനെ ഡെയിലി കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഒരു 6 മാസം കൊണ്ട് തന്നെ നമ്മുടെ ഒരു 4 കിലോയോളം കുറയും. പിന്നെ വർക്കൗട്ടും വേണം, വെറുതെ കുറച്ചിട്ട് കാര്യമില്ല. നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, വർക്കൗട്ട് ചെയ്ത് കുറക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ ശരീരത്തിന് വേറൊരു രീതിയിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാകത്തുമില്ല. അപ്പോൾ ഇങ്ങനെയൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.